ഹലോ. അപ്പം ഞാൻ പറമ്പിലിറങ്ങി എന്തെങ്കിലും കറി വെക്കാൻ പറ്റുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയ കൂട്ടത്തിൽ കണ്ടതാണ് മൈസൂർ ചീര. നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെ ഇതിന് മൈസൂർ ചീര എന്നാണ് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതാ സാധനം. ഇത് കാണുമ്പം ചിലർക്ക് മനസ്സിലാവും, പലയിടത്തും പല പേരാണ്. ഇത് ഞങ്ങളുടെ ഇവിടെ മൈസൂർ ചീര കണ്ടില്ലേ. ഇതിൻ്റെ പുറത്തത് ഇങ്ങനൊരു വെള്ള ഇതൊക്കെ ഉണ്ട്. ഇത് മൂത്തല്ലേ, ഇത് നമ്മൾ എടുക്കത്തില്ല. ഇത് നമ്മൾ തോരൻ വെക്കാൻ കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ കിളിർന്ന ഇലയും തണ്ടും കേട്ടോ. ഇതൊക്കെ നമുക്കെടുക്കാം. ഇതൊക്കെ നമുക്കെടുക്കാം കേട്ടോ. ഇതിൻ്റെ കിളുന്ന ഭാഗമാണ് നമ്മൾ കൂടുതലും എടുക്കുന്നത്. കണ്ടേ, ഇങ്ങനത്തെ ഭാഗങ്ങൾ നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ. പറമ്പിലിത് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ എടുക്കുന്നതിലും കൂടുതൽ ചുറ്റുവട്ടത്തുള്ളവർ വന്ന് എടുക്കും കേട്ടോ. ചോദിക്കണം അങ്ങനൊന്നുമില്ല, അവർ വന്ന് സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വേണ്ടപ്പോൾ നമ്മളും എടുക്കും. ഇത് പറിച്ചെടുക്കും തോറും ഇത് പൊട്ടിക്കിളിക്കും മേളിലേക്ക്. കണ്ടോ, ഇതെല്ലാം ഓരോരുത്തർ പറിച്ചെടുത്തതാണ്, എന്നിട്ട് വീണ്ടും കിളിച്ചതാണ്. കണ്ടില്ലേ, ഇത് പാടുണ്ട് കണ്ടോ, പൊട്ടിച്ചെടുത്തത്. അത് വീണ്ടും അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് വീണ്ടും എത്തിയിട്ട് ഇത് കിളിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിൻ്റെ തോരൻ. ചുമ്മാ വാരി തിന്നാൻ തോന്നും. ശരീരത്തിനും നല്ല കേട്ടോ. ഇതിൻ്റെ ഇലവർഗ്ഗങ്ങൾ നമ്മൾ ഫുഡിൽ ഒരുപാട് ഉൾപ്പെടുത്തണമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കറികളിലായിട്ട് ഉൾപ്പെടുത്തുന്നത്, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ല കേട്ടോ. അപ്പം ഇതാണ് നാളെ. ഇത് ഞാൻ ഇന്നത്തേക്ക് എടുക്കുന്നതല്ല കേട്ടോ, നാളത്തേക്കാണ് ഇത്. എനിക്കും ഡ്യൂട്ടിക്ക് പോകണം, അപ്പം എനിക്കും ചോറ് കൊണ്ടുപോകാം, വീട്ടിലേക്കും എടുക്കും. പിന്നെ മോനും സ്കൂളിൽ പോകണം, അപ്പം മോനും ഒക്കെ വേണ്ടി എടുക്കുന്ന. കണ്ടില്ലേ, ഞാനിത് കുറച്ച് പറിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അതായത് ഈ ചെടിയുടെ ഏറ്റവും മൂത്ത ഇലയാട്ടോ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, കണ്ട, അറിയാവുന്നവർക്കറിയാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ എൻ്റെ കായ് ഇങ്ങനെ തൂങ്ങി കിടക്കും. കണ്ട, ഇത് ആദ്യം ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത് ഇങ്ങനെ കണ്ടോ, മൂക്കുത്തി പോലെയല്ലേ. പണ്ട് ഞങ്ങൾ കളിക്കുമ്പോഴൊക്കെ മൂക്കുത്തിയായിട്ടൊക്കെ ഉപയോഗിച്ച സാധനം കേട്ടോ. അത് പിന്നെ ഇങ്ങനെ കായാവും. കണ്ടോ, ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, അതിൻ്റെ ഇനി മൂക്കുത്തിയായിട്ട് ഉപയോഗിച്ച കാര്യം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വെക്കും. കൊള്ളാവോ? എന്നിട്ട് പണ്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. കണ്ടിരിക്കുന്ന കണ്ടില്ലേ, ഞാൻ ഒന്നും പശയൊന്നും തേച്ചിട്ടില്ല. ഇതെല്ലാവരും കണ്ടില്ലേ. ഇനി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറമ്പ് നിറയെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ, അവിടെ ഇവിടെയായിട്ടൊക്കെ മൂലക്കൊക്കെ. ഇത് വെക്കുന്നത് കേട്ടോ, ചുമ്മാ പിടിക്കുന്നൊന്നുമല്ല. നമ്മൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുത്തി നിർത്തി മഴയുള്ള സമയത്തൊക്കെ ഇത് ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് ഇങ്ങനെ പൊട്ടിച്ച് വെക്കും. അത് പിന്നെ അവിടെ നിന്നിത് കിളിക്കും. കണ്ടില്ലേ, നമ്മൾ ഈ കാശ് കൊടുത്ത് വിഷം മേടിക്കുന്നതിലൊക്കെ എന്ത് നല്ലതല്ലേ ഇതൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന വേറെ വിഷവും കാര്യങ്ങളും ഒന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പിള്ളേർക്ക് കൊടുക്കും. ഇതിപ്പരം ഒരു നല്ലൊരു പോഷകമുണ്ടോ? ഇത് ചുമ്മാ പറയുന്നതൊന്നുമല്ല, ശരിക്കും. പ്രത്യേകിച്ച് ഇലവർഗ്ഗവും കൂടി ആകുമ്പോൾ നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് കളയാണ്ട് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം കേട്ടോ. ഇത് കിളിപ്പിക്കാനും വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ വേലിയറമ്പിലൊക്കെ ഇങ്ങനെ കുത്തി വെച്ചാൽ മതി, അത് തന്നെ അങ്ങ് കിളിച്ചോളും. മഴയുള്ള സമയത്ത്, അതായത് വലിയ മഴയല്ല, അത്യാവശ്യം ഈർപ്പം കിട്ടുന്ന ടൈപ്പ്, അങ്ങനെ മഴയുള്ളപ്പം ഇത് കുത്തി നിർത്തുന്നത് നല്ല. അപ്പം നമുക്ക് വെള്ളം അധികം ഒഴിക്കണ്ട, എന്താ വാടിപ്പോകത്തില്ല, കരിഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല, അങ്ങ് വന്നോളും. കണ്ടില്ലേ, ഇതിൻ്റെ ഭാഗത്തെല്ലാം ഇതാണ്. അതിങ്ങനെ അവിടെ ഇവിടെ നടന്ന് പറിക്കുന്ന കേട്ടോ. ചിലതൊന്നും ഇല ചീത്തയുണ്ട്, അതങ്ങനെ എല്ലാം പറിക്കുന്നില്ല, നമ്മൾ ഇല നോക്കി പറിക്കണമല്ലോ. ഭാഗത്തില്ല. ഇനി നമുക്ക് വേറെ ഭാഗത്ത് പോവാം. പറമ്പ് നിറയെ കൃഷിയാട്ടോ. അത്യാവശ്യം എല്ലാ ടൈപ്പ് കൃഷികളും ഉണ്ട് കേട്ടോ. വാഴയുണ്ട്, കണ്ടില്ലേ, വാഴയുണ്ട്, കുഞ്ഞു വാഴയൊക്കെ. ചീനി, ഞാൻ ചീനി എന്നാണ് പറയുന്നത് കേട്ടോ.
അതായത് എൻ്റെ നാട്ടിൽ ചീനി എന്ന് പറയണേ, ഇവിടെയൊക്കെ കപ്പ എന്നാണ് പറയുന്നത്, പക്ഷേ ചോട്ടയിലെ ശീലം ചൂടല വരെ എന്നാണല്ലോ. അപ്പം ഞാൻ ചീനി എന്നാണ് പറയുന്നത്. പിന്നെ കാന്താരി ഉണ്ട്, കണ്ടില്ലേ? എനിക്ക് കാന്താരി പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല കാന്താരി ഉണ്ട്, കണ്ടില്ലേ? വെള്ളക്കാന്താരിയാണ്. കണ്ടില്ലേ, ഇതെല്ലാം കാന്താരിയാണ്. പിന്നെ കരിയാപ്പുണ്ട്, അവിടെ ഇവിടെ എല്ലാം കരിയാപ്പുണ്ട്. കണ്ടോ നിൽക്കുന്നുണ്ടല്ലേ? എന്താ ഇതിൽ നിന്നൊക്കെ കേട്ടോ പറിക്കുന്നത്. ഈ പറമ്പിൻ്റെ മുക്കിലും മൂലയിലും ഈ സാധനം. അപ്പം നമുക്ക് ഇത് ഫൈനലി പറിച്ചിട്ട് കാണാം. അങ്ങനെ എനിക്ക് ഇത്രയും കിട്ടി. ഒരു തോരനില്ല, ആവശ്യത്തിനുള്ള തോരനാണ്. അരിയുമ്പോൾ കാണും, പക്ഷേ അരിയുമ്പോൾ ഒരുപാട് കാണും. പക്ഷേ എന്താ പറയുക, തോരന് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേന് കുറവ് കാണത്തും. നമുക്കിത് മതി കേട്ടോ. അപ്പം ഓക്കെ, ബൈ.